അന്നക്കൊച്ചേ, എടി മോളെ അന്നക്കൊച്ചേ, നീ എവിടെയാ? എന്തിനാ അമ്മച്ചി എന്നെ വിളിച്ചത്? മോളെ, എന്റെ 2 മക്കളും ഉച്ചയ്ക്ക് വരുത്തില്ലേ? അവർക്ക് കഴിക്കാനെല്ലാം നീ ഉണ്ടാക്കിയോ? അതെല്ലാം റെഡിയായി അമ്മച്ചി. പിന്നെ അമ്മച്ചി, മക്കളുടെ കൂടെ വിദേശത്തേക്ക് പോയാൽ എനിക്കിനി ആരാ ഉള്ളത്? അതിനല്ലയോ മോളെ ഞാൻ നിന്നെ ദുബായ്ക്കാരനെ കൊണ്ട് കെട്ടിച്ചത്. നീയും അടുത്ത ആഴ്ച അങ്ങ് പോവുമല്ലോ. മോളെ, നീ അവരുടെ മുറിയൊക്കെ വൃത്തിയാണോ എന്ന് ഒന്ന് നോക്കിക്കേ. ശരി അമ്മച്ചി, ഞാൻ നോക്കാം. അമ്മച്ചി, അമ്മച്ചി. അയ്യോ, എൻ്റെ മക്കൾ വന്നോ? എൻ്റെ മക്കളെ കണ്ടിട്ട് എത്ര വർഷമായി. എന്തിയേ മക്കളെ, എൻ്റെ കൊച്ചുമക്കൾ? അവരെ കൊണ്ടുവന്നില്ലേ? അവർക്കൊന്നും ഇവിടെ ഇഷ്ടമല്ല അമ്മച്ചി, അതുകൊണ്ട് അവർ വന്നില്ല. അമ്മച്ചിക്ക് ഇവിടെ എന്തിനാ ഒരു കുറവ്? അമ്മച്ചി ഇവിടെ പൊന്നു പോലെ നോക്കാനല്ലേ അന്നക്കൊച്ചിനെ ഇവിടെ വേലയ്ക്ക് നിർത്തിയിരിക്കുന്നത്. എല്ലാം ശരിയാണ്. വാ മക്കളെ, നമുക്ക് വല്ലതും കഴിക്കാം. ചേച്ചി, ഇനി നമ്മൾ എന്നാ ചെയ്യും? അന്നക്കൊച്ചി പോകുകയാണല്ലോ. അമ്മച്ചി നമ്മുടെ കൂടെ വരാൻ ഒരുങ്ങിയിരിക്കുക. എനിക്ക് അമ്മച്ചിയെ UK കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഞാൻ ചേച്ചിയോട് നേരത്തെ പറഞ്ഞതാ, എനിക്ക് കാനഡയിലേക്ക് അമ്മച്ചിയെ കൊണ്ടുപോകാൻ പറ്റത്തില്ല എന്ന്. നമുക്ക് അമ്മച്ചിയെ സ്നേഹസദനത്തിലാക്കാം. അതെ, അതാ നല്ലത്. അമ്മച്ചി വരുമോ? നമുക്ക് അമ്മച്ചിയെ കള്ളം പറഞ്ഞ് കൊണ്ടുപോകാം. അത് ശരിയാ, എന്നാ അങ്ങനെ ചെയ്യാം. അല്ല, ഇതാരായി വരുന്നത്? ടീച്ചറമ്മയും മക്കളുമോ? എല്ലാവരും കൂടി സ്നേഹസദനത്തിൽ ക്രിസ്മസ് ആഘോഷിക്കാൻ വന്നതായിരിക്കും. അല്ല സിസ്റ്ററെ, ഞങ്ങൾ അമ്മച്ചി ഇവിടെ നിർത്താൻ വന്നതാണ്. ഞങ്ങളുടെ കൂടെ അമ്മച്ചിയെ കൊണ്ടുപോകാൻ ഞങ്ങളുടെ സ്റ്റാറ്റസിന് ചേരുന്നില്ല. എന്ത്? ഞാൻ എന്തായി കേൾക്കുന്നത്? നിങ്ങളുടെ സ്റ്റാറ്റസിന് ചേരത്തില്ലെന്നോ? ഈ സ്റ്റാറ്റസ് നിങ്ങൾക്ക് ഉണ്ടാക്കി തന്നത് ആരാന്നറിയാമോ? ഈ ടീച്ചറമ്മയല്ലേ? സിസ്റ്ററെ, അവരോട് ഒന്നും പറയല്ലേ. അവരൊന്നും അറിയണ്ട. ഇവരെ ഒന്നും അറിയിക്കല്ലേ. അവരുടെ ആഗ്രഹം നടക്കട്ടെ. അല്ല ടീച്ചറമ്മേ, ഇപ്പോഴെങ്കിലും അവർ സത്യം അറിയണം. നിങ്ങൾക്കറിയാമോ, ഈ ടീച്ചറമ്മ നിങ്ങളുടെ അമ്മയല്ല, നിങ്ങൾ അവരുടെ മക്കളുമല്ല. ആരൊക്കെയോ ഇവരുടെ അമ്മത്തോട്ടിലിൽ കൊണ്ടുവന്ന് ഉപേക്ഷിച്ചവരാണ് നിങ്ങൾ. ഈ ടീച്ചറമ്മയാണ് അതൊന്നും അറിയിക്കാതെ നിങ്ങളെ വളർത്തിയത്. എന്നിട്ടിപ്പോൾ നിങ്ങളുടെ സ്റ്റാറ്റസിന് ചേരുന്നില്ലെന്നോ? ഹലോ ഹലോ, ഞാനാ അമ്മച്ചി, അന്നക്കൊച്ചാ. അമ്മച്ചി എവിടെയാ? മോളെ അന്നക്കൊച്ചേ, ഞാനിവിടെ സ്നേഹസദനത്തിലാണ്. സ്നേഹസദനത്തിലോ? ഞാൻ അങ്ങോട്ട് വരാം അമ്മച്ചി. അമ്മച്ചി, ഞങ്ങളോട് ക്ഷമിക്കണം. ഞങ്ങൾക്കൊന്നും അറിയത്തില്ലായിരുന്നു. അമ്മച്ചി ഞങ്ങളുടെ കൂടെ വരണം. അയ്യോ, എൻ്റെ ടീച്ചറമ്മ എന്താണ് ഇവിടെ? ടീച്ചറമ്മ എൻ്റെ കൂടെ ദുബായിലേക്ക് വരണം. അച്ചായനും അത് സമ്മതമാ. അച്ചായനാണ് എന്നെ പറഞ്ഞു വിട്ടത്. എനിക്കൊരു വിഷമവും ഇല്ല മക്കളെ. നിങ്ങൾ എപ്പോഴും എൻ്റെ മക്കൾ തന്നെയാണ്. അന്നക്കൊച്ചും എനിക്ക് നിങ്ങളെ പോലെയാണ്. ഇപ്പോൾ അന്നക്കൊച്ചിൻ്റെ ഇഷ്ടം നടക്കട്ടെ, പിന്നെ ഞാൻ നിങ്ങളുടെ കൂടെ വരാം. ഇന്ന് നമുക്കെല്ലാവർക്കും കൂടി ഇവിടെ ക്രിസ്മസ് ആഘോഷിക്കാം, ആരോരുമില്ലാത്തവരുടെ കൂടെ. വാ മക്കളെ, ആരോരുമില്ലാത്തവർക്ക് തുണയായി ദൈവമുണ്ട്.